എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 96-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ഇഷ്ടദേവ പ്രീതി അൻപോട് വന്നിടാൻ തുഷ്ടിയായ അഭിവാദ്യം ചെയ്തിട്ട് പൂജകൻ ഗംഗയെ ചെയ്യാതിയാം മന്ത്രം ജപിച്ചുടൻ ഗംഗയെ ദീപത്തിൽ നിന്നും ആവാഹിച്ച് ദക്ഷിണപാർശ്വസ്ഥമാകും കലശത്തിൽ ദക്ഷാരിപുത്രനെ ധ്യാനിച്ചിറക്കണം. പിന്നെ അമ്പേ മഹാമംഗല മാതാവേ ധന്യശീലേ മമ കൈതവം പോക്കിടൂ. ധന്യനായി താരക പൂജകൾ ചെയ്യുവാൻ മംഗളാംബേ ഇഹ സന്നിധിയേകിടൂ എന്നു ജപിച്ചുടൻ ഗംഗതൻ ശാപങ്ങൾ മങ്ങാതെ മാറ്റി അനുഗ്രഹമാളണം. ധേനുമുദ്രാജലെ കാട്ടിയ അമൃതവും ധ്യാനിച്ച് മന്ത്രേണ ദ്വാദശതർപ്പണം പൂജകൻ ചെയ്ത് ഗന്ധാക്ഷത പൂക്കളെ പ്രീതനായി കലശത്തിൽ അർപ്പിക്കണം. സാഗരോൽപ്പന്നേതി മന്ത്രം ജപിച്ചുടൻ പൂജകൻ ശംഖവും പൂജിച്ചു കൊള്ളണം. പിന്നീട് ആത്മപൂജകൾ ചെയ്തുടൻ ധന്യനായിട്ട് ഉപന്യസിച്ചു കൊള്ളണം. ശംഖതീർത്ഥം തന്നാൽ പൂജാസംഭാരങ്ങൾ സമ്പന്നമായുടൻ പ്രോക്ഷിച്ചു കൊള്ളണം. തന്നെ വാമദക്ഷിണ പാർശ്വങ്ങളിൽ തന്നോടാചാര്യനും വിഘ്നേശനുമായി നിർമ്മല ചേതസാ പൂജകളേകുമ്പോൾ നിർമ്മലാനന്ദങ്ങൾ ഏറിയ ഏറിയ ഭക്തിയോട് ഈ വക പൂജകൾ പാരാത പൂജകൻ ചെയ്ത് കൈകൂപ്പുമ്പോൾ പാരുപത്തെന്നാലും ഉള്ളത്തിലേറ്റുന്ന ഭൂതനാഥൻ കനിഞ്ഞെത്തും അവിടഹോ ദീപനാളങ്ങളിൽ ഭൂതേശനെ കാൺമാൻ പൂജകനും മുതാ ഭാഗ്യമാമപ്പോഴേ. പൂർണേന്ദുവാനവൻ താരക ബ്രഹ്മത്തിൻ പൂജകൾ ചെയ്യുവാനേറിടും കൗതുകം. താരക ബ്രഹ്മമാം അയ്യപ്പ ദൈവത്തെ ചാരുബിംബത്തിലോ ഭസ്മകുംഭത്തിലോ നല്ല സാളഗ്രാമക്കല്ലിലോ അല്ലെങ്കിൽ പീഠയെ വിരിച്ചുള്ള നീലനെൽപ്പട്ടതിൽ ചാലവേ അക്ഷതമേറ്റി ഒരു നല്ല നാളികേരം പ്രതിഷ്ഠിച്ചതു തന്നിലോ മോദേന പൂജകൾ അർപ്പിച്ചു കൊള്ളുവാൻ വേദശാസ്ത്രാദികൾ ചൊല്ലുന്നു മന്നവ. പഞ്ചാർച്ചനം ചെയ്ത് ആചാര്യവാണി പോൽ നെഞ്ചകത്തിൽ ഭഗവാനെയും ധ്യാനിച്ച് ഗന്ധപുഷ്പാക്ഷത തോയ സമന്വിതം വാമനാസ്വാദരേ ആവാഹനം ചെയ്ത് സാമോദമോട് പ്രതിഷ്ഠയിൽ ചേർക്കണം. ആകച്ച മന്ത്രവും അൻപോട് ചൊല്ലണം. മാംപാഹിതോഭവേ ആദിയാൻ ചൊല്ലണം. ആവാഹന മുദ്ര കാണിച്ച് ആചനമാദികളും സമർപ്പിക്കണം. താരകശക്തിയാം ചിത്ശക്തി തന്നെയും ഏവമായി അൻപോട് പൂജിച്ചു കൊള്ളണം. ദേവിതൻ ശക്തിയാം മായകൾ കൊണ്ടുടൻ ലോകങ്ങളെല്ലാം വിളങ്ങമേ വീടുന്നു. മഞ്ജമാതാവാഖ്യയാകും ഭഗവതി മഞ്ഞൾ പ്രിയ മുതാ മത്തേ ഗാമിനി ചാരുകുംഭസ്തരി ലീലയാം സുന്ദരി ചിത്സ്വയം ജ്യോതിയാൽ തത്ശക്തി കൊണ്ടഹോ സർവലോകങ്ങളും തേജസ്സിന്മേവുന്നു. വാനവർ ദർപ്പവും ദാനവന്തയും ഊനമെന്നേ തവ മായമായിരുന്നു ഭൂവിലെ ഹീനമാൻ ധർമ്മച്യുതികളെ. മൂലോകാംബിക ദൂരവേയാക്കുന്നു ധർമ്മ സംരക്ഷണം ചെയ്യുവാൻ. പരബ്രഹ്മ നിർഗുണത്തിനെ സഗുണമാക്കിയിടുന്നു. ഭാർഗവൻ രാഘവൻ കരിധാരി രാമനും കാന്തമാർ കാന്തനാം ദ്വാരകാനാഥനും സർവലോകേശനാം ആര്യദാതാഖ്യനും രേണുക താടക രേവതി പൂതന ഭൂമിവാഹോര മഹിഷി എന്നിങ്ങനെ മായ വന്നുളവായരെ ജയിച്ച് ആവിർമുദാതൻ്റെ മായയെ ത്യാൻ ജയിച്ചിടുമെന്നുള്ള ഒരു തത്വസാരങ്ങളെ അന്നന്ന് ഭക്തർക്ക് ബോധ്യമാക്കിയിടുവാൻ തങ്ങൾ തൻ ശക്തിക്ക് താമസഭാവങ്ങൾ വന്നവ നീക്കി പ്രകാശമേകിയിടുന്നു എന്നും ഈ കാര്യങ്ങൾ ഇങ്ങനെ എങ്കിലും മന്നവ ചൊല്ലിടാം പൂജാപ്രകാരങ്ങൾ. അർഘ്യവും പാദ്യവും ചെയ്ത ശേഷം പുമാൻ ഭക്തിയാതളത്രയം ദിഗ്ബന്ധനങ്ങളും ഭംഗിയ പ്രാണായാമവും ഋഷ്ടിചന്തസ്സും ചെയ്ത് കരം കൊണ്ട് വ്യാപകം മൂന്നുടൻ ചെയ്യുക. ഭൂമിവതേ മന്ത്രന്യാസവും മുതാ ഭൂദേശ ഗായത്രി 108 പിന്നെ ആപോഹിഷ്ടമാതി മന്ത്രം കൊണ്ട് നന്നായി അഭിഷേകം ചെയ്തു കൊള്ളണം. വസ്ത്രോപവീത അദ്യാലങ്കാരങ്ങളും ഭക്തിയാ സമർപ്പിച്ച് പഞ്ചാർച്ചനം ചെയ്ത് ഭൂദേശമന്ത്രവും ഖണ്ഡാരവങ്ങളും മൂലമന്ത്രം ചൊല്ലി പഞ്ചാർച്ചനങ്ങളും ചാലവേ 18 ചെയ്തുമേവണം. പ്രീതിയോടെ മണിയും കിലുക്കിയിടണം. മീനാധിയാം പഞ്ചമുദ്രയും കാണിച്ച് മാനമോടെ ഭഗവാനെ നിവേദ്യങ്ങൾ താനും പരനും ഒന്നെന്നുള്ള ചിന്തയിൽ നീതിമാനാകുന്ന പൂജകൻ ചെയ്യുമ്പോൾ ദീനാനുകമ്പിയാനാഥൻ പ്രസാദിച്ച് മാനമോടെല്ലാം കനിഞ്ഞു തന്നിടുമ്പോൾ മറ്റൊന്നും ചിന്തയുണ്ടാകണോ ഭൂപതേ കുറ്റമകറ്റിയിടുവാൻ പാദങ്ങൾ കുമ്പിടാം. നാളികേരപ്പൂള് പായസം അപ്പവും പാൽകുളം പാനകം പഞ്ചാമൃതങ്ങളും പഞ്ചസാരപ്പൊടി കദളിപ്പഴങ്ങളും നെന്മലരവിലും ത്രിമധുരങ്ങളും നന്മയാർന്നിടുവാൻ ഭൂദേശ പൂജയ്ക്ക് സന്മതയേറ്റം പ്രസിദ്ധമെന്നോതിരാം. ഇല്ലിവ ഒന്നുമെന്നാലും ഭഗവാന് തെല്ലുമില്ല കോപം തന്നെ ഭക്തരിൽ
ഭക്തിയോടെ നിവേദിക്കും ഒരു നല്ല ശുദ്ധ കദളിപ്പഴം ധാരാളമായിടും. ശക്തിക്ക് തക്കതായി എന്തു കൊടുക്കലും ഭക്തരെ പാലിച്ചു കൊള്ളുന്ന തമ്പുരാൻ. തന്നെയുമേറ്റം കൊടുക്കുന്ന കാഴ്ചകൾ എന്നും മനുജർക്ക് കാഴ്ചകളാണടോ. പൂജകൻ പൂജ്യമാക്കിയിടും പദാർത്ഥങ്ങൾ ഏതെങ്കിലും ഒന്ന് ശുദ്ധമായി നൽകിയാൽ ദേവദേവൻ പ്രസാദിച്ചത് വേഗേന സേവിച്ച് അനുഗ്രഹം അൻപോട് നൽകിടും. ശുദ്ധമാ നൈവേദ്യദ്രവ്യത്തിൽ ഭക്തിയോട് ഉത്തമമായി വസ്തരിച്ചാതരാൽ ഭക്തിയോടെ തുളസീതളം വീഴ്ത്തുമ്പോൾ ശുദ്ധമായിടുന്നു നൈവേദ്യ വസ്തുക്കൾ. ഇങ്ങോട്ടും അങ്ങോട്ടും ആവാഹനം ചെയ്ത് പഞ്ചപ്രാണാഹൂതി ഭക്തിയാ നടത്തണം. 3 വീതമായി ഇങ്ങനെ ചെയ്തുടൻ ബ്രഹ്മാർപ്പണം ചെയ്തു കൊള്ളുകണം പൂജകൻ. അങ്കുലീയങ്ങളാൽ പഞ്ചാർച്ചനം ചെയ്ത് ഉത്തരാപോഷണം ചെയ്തിട്ട് പൂജകൻ ദക്ഷിണഹസ്തേന നൈവേദ്യം മാറ്റണം. ശുദ്ധം വരുത്താൻ കരങ്ങൾ നനയ്ക്കണം. ഗണ്ടൂഷവും ചെയ്ത് പിന്നെ കളാജിയും ദണ്ഡവന്യെ ദേവപാദത്തിൽ വെച്ചുടൻ താമ്പൂലനേദ്യവും ചെയ്തു കഴിയുമ്പോൾ സാമ്പ്രതം പരിവാര പൂജകൾ ചെയ്യണം. ഭൂദേശഭൃത്യരാം ഭൂതഗണങ്ങൾക്ക് പ്രീതിയാർന്നിടുവാനാകും ഈ പൂജകൾ. ഹോമം ഹവിസിനാൽ ചെയ്യണം. ഭൂപതയെ കാമരഹിതമാർന്നിടണം പൂജകൻ സ്വാനസം. പഞ്ചാർച്ചനം പുനഃചെയ്തു മണിരബന്ധഞ്ചമായി ഘോഷിച്ചു കർപ്പൂരാരതി മന്ത്രേണ ചെയ്യണം തന്ത്രിയാം പൂജകൻ. നഞ്ചകൻ തന്നിലാക്കിയിടണം നാഥനെ നീരാജനം ചെയ്ത് തീർത്ഥവും പ്രോക്ഷിച്ച് ശംഖം കമഴ്ത്തി കുസുമങ്ങൾ വയ്ക്കണം. പ്രസാദവും മുതാ സേവിച്ച് ശുദ്ധിയായി തോരാതെ ദേവന്റെ മന്ത്രം ജപിക്കണം. പാരാതെ മന്ത്രങ്ങൾ 1008 ഘോഷിച്ച് പുഷ്പാഞ്ജലികളും ചെയ്യണം. അയ്യപ്പദേവ സഹസ്രനാമങ്ങളാൽ പൂജകൻ ചെയ്യുന്ന പുഷ്പാർച്ചന മൂലം ശ്രീ മഹാതാരകം സംപ്രീതനായിടം പ്രീതിയോടെ ഐശ്വര്യമെല്ലാം ചുരിഞ്ഞിടും പൂജകൻ. സ്തോത്രവും മൂലമന്ത്രങ്ങളും പേർത്തുടൻ ചൊല്ലി നമസ്കരിച്ചിടണം. 1008 ആകും അർച്ചനം ചെയ്തുടൻ ആരതി ചെയ്ത് നമിക്കണം ദേവനെ. ഭൂദേശ പൂജകൾ ഈ വിധം ചെയ്യുന്ന പൂജാരി ഭക്തി പ്രഹർഷണമത്തനായി പാരാത നൃത്തവും ചെയ്തു മന്നവ. താരകാനുഗ്രഹമാളുവാൻ കൈതൊഴാം. ചുറ്റും നിറഞ്ഞൊരു ഭക്തൗഹമന്നേരം മത്തരായി മന്ത്രം നവാക്ഷരി ചൊല്ലണം. ശാന്തിസ്തവങ്ങളും ചൊല്ലി ഭഗവാന്റെ ശാന്തമാമൂർത്തി ബലം വെച്ച് പൂജകൻ ഭക്തിയാ പ്രദർശനം ചെയ്തു സാഷ്ടാംഗമായി താരകാപാദയുഗ്മങ്ങൾ നമിക്കണം. സർവകർമ്മങ്ങളും അൻപോട് ദേവന്റെ പാദങ്ങളിൽ ചേർത്ത് മന്ത്രം മുഴക്കണം. താനും പരബ്രഹ്മവും ഗുരുനാഥനും ഏകമായി ചിന്തിച്ചു കൊണ്ടുടൻ പൂജകൻ ദേവനെ മോദമോടുദ്വസനം ചെയ്യുക. ആചാര്യനും സ്മരിച്ചു കൊള്ളണമേ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.